കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്തരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ഭഗവാനാണല്ലോ നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഏതു തന്നെയാണെങ്കിലും അത് സാധിക്കുവാനായിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണന, നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന് നമുക്ക് ഈ വഴിപാടുകൾ നേരാവുന്നതാണ്. ഈ പറയുന്ന വഴിപാടുകൾ നേർന്നു കഴിയുമ്പോൾ ഭഗവാൻ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ വിചാരിച്ച ആഗ്രഹം നേടിത്തരുന്നതാണ്. വഴിപാടിനൊപ്പം നമ്മുടെ ഹൃദയംഗമമായ പ്രാർത്ഥനയും വേണ്ടതാണ്. നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് നാം ഗുരുവായൂരപ്പ ഭഗവാന് ചെയ്യേണ്ട വഴിപാട് എന്താണെന്ന് നോക്കാം. അത്രയധികം ഫലപ്രാപ്തിയുള്ള ഒരു വഴിപാടാണ് ഇവ. നമ്മുടെ മനസ്സിൽ നമ്മൾ പല പ്രകാരത്തിലുള്ള ആഗ്രഹങ്ങൾ, ആശകളൊക്കെ നാം കൊണ്ട് നടക്കാറുണ്ടല്ലോ. ഇപ്രകാരമുള്ള ആഗ്രഹങ്ങൾ നിറവേറാതെ ഇരിക്കുമ്പോൾ നമുക്ക് അതിയായ ദുഃഖം ഉണ്ടാവുന്നതാണ്. പലപ്പോഴും നാം ഭഗവാനോട് ഈ ആഗ്രഹങ്ങളെ പറഞ്ഞിട്ട്, ഭഗവാനെ എനിക്കിതൊന്ന് നിറവേറ്റി തരണേ, ഒന്ന് സാധിച്ചു തരണേ എന്നിങ്ങനെ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് നമ്മുടെ പൂജാമുറിയിലും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും ഒക്കെ നാം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്രകാരമൊക്കെ നാം ചെയ്യുമ്പോഴും ചില സമയങ്ങളിൽ നമ്മളുടെ അതിയായ ആഗ്രഹം, അതായത് നമ്മൾ എന്ത് ആഗ്രഹം മനസ്സിൽ വിചാരിക്കുന്നോ അത് സാധിച്ചു കിട്ടണമെന്നില്ല. അതിന് കാരണം നമ്മുടെ ദൈവാധീനം ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമാണ്. ഓരോ ദിവസവും തന്നെ നമുക്ക് ദൈവാധീനത്തിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഇപ്രകാരം വരുന്ന സന്ദർഭങ്ങളിൽ, അതായത് നമ്മൾ ഇത്ര പ്രാർത്ഥിച്ചിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഗുരുവായൂരപ്പ ഭഗവാനെ വിളിച്ച് നല്ലോണം പ്രാർത്ഥിച്ചാൽ മതിയാകും. കാരണം കരുണാമയനായ നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ഏവർക്കും ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്നതാണ്. ഭക്തരോടൊപ്പമാണ് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ. പ്രകാരം നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന് പ്രിയങ്കരമായ വഴിപാട് ഇപ്രകാരമാണ്. ഈ വഴിപാട് നേർന്നിട്ട് നാം എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമുക്കത് നേടിത്തരുന്നതാണ്. മനസ്സിൽ ഭക്തിയും ഒപ്പം ഭഗവാനോടുള്ള വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് നാം പ്രാർത്ഥനയോടെ ഈ വഴിപാട് നേരാവുന്നതാണ്. തീർച്ചയായിട്ടും ഫലമുണ്ടാവുന്നതാണ്. നമ്മുടെ സാധാരണയായിട്ടുള്ള ആഗ്രഹങ്ങളായ സ്വന്തമായിട്ടുള്ള ഒരു ജോലി, വീട്, വിവാഹം, സന്താനലബ്ധി, സാമ്പത്തികം, ഇപ്രകാരമുള്ള എല്ലാവിധമായ ആഗ്രഹങ്ങളും മിതമായ ആഗ്രഹങ്ങളായിരിക്കണം എന്നേ ഉള്ളൂ. അവ ഭഗവാൻ തീർച്ചയായിട്ടും ഈ വഴിപാടിലൂടെ സാധിച്ചു തരുന്നതാണ്. എല്ലാറ്റിലും താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുക. ഭഗവാൻ ഈ വഴിപാട് നേർന്നിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. അതായത് നാം എന്ത് തന്നെ ആയാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പ്രയത്നം ചെയ്യേണ്ടതാണ്. ആ സമയത്ത് ഭഗവാന് ഈ വഴിപാടും കൂടി നേർന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം നമുക്ക് സാധിച്ചു കിട്ടുന്നതാണ്. ഭഗവാൻ നമുക്ക് ഈ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമെന്നുള്ളതിൽ സംശയമില്ല. നമ്മൾ പരമാവധി ശ്രമിക്കുക. ബാക്കി ഭാഗം ഭഗവാൻ നോക്കിക്കോളും. നമ്മുടെ ഈ വഴിപാട് ഇപ്രകാരമാണ്. ആദ്യമായിട്ട് നാം ഈ വഴിപാട് നേരുമ്പോൾ മനസ്സിൽ വിചാരിക്കുക, ഞാൻ ഈ ആഗ്രഹം നിറവേറ്റിക്കഴിഞ്ഞാൽ അത് ഞാൻ ഉടനെ തന്നെ ഭഗവാന്റെ അമ്പലത്തിൽ പോയിട്ട് ഈ വഴിപാട് ചെയ്യുന്നതാണ് എന്നിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഉറപ്പിക്കുക. ആഗ്രഹസാധ്യത്തിനുള്ള ഈ വഴിപാട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നാം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു തുളസിമാല ഭഗവാന് അർപ്പിക്കുക. സമർപ്പിച്ച ശേഷം ഭഗവാനോട് നാം എന്താണ് ആഗ്രഹിക്കുന്നുവോ അത് മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുക. നല്ലോണം പ്രാർത്ഥിക്കുക. ഭഗവാനോട് ഇത് സാധിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് നല്ലോണം പ്രാർത്ഥിക്കുക. തുളസിമാല ഭഗവാന് സമർപ്പിക്കുക. ഇതാണ് ഈ വഴിപാടിൻ്റെ പ്രാരംഭഘട്ടം. അതായത് വഴിപാട് നേരുന്ന രീതി ഇപ്രകാരമാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ കേൾക്കും തീർച്ചയായിട്ടും.
എന്നിട്ട് നമ്മുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാൻ സാധിച്ചു തരും. നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ട് നാം ചെയ്യേണ്ടതാണ് പ്രധാനമായ വഴിപാട്. അത് ഇപ്രകാരമാണ്. 3 വഴിപാടുകൾ ചേർന്നതാണ് ഈ ഒരൊറ്റ വഴിപാടായിട്ട് പറയപ്പെടുന്നത്. ആഗ്രഹസാധ്യത്തിനുള്ള 3 വഴിപാടുകൾ ചേർന്ന ഒറ്റ വഴിപാട് ഇപ്രകാരമാണ്. ആദ്യമായിട്ട് ഒരു നെയ്വിളക്ക് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന് സമർപ്പിക്കുക. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്, അതായത് വിഷ്ണു ഭഗവാന്, ശ്രീകൃഷ്ണ ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് നെയ്വിളക്ക്. രണ്ടാമതായിട്ട് ഒരു വനമാല ഭഗവാന് മേടിച്ച് സമർപ്പിക്കുക. വനമാല എന്നാൽ തെച്ചി, താമര, തുളസി 3 പൂക്കളും കൂടെ ചേർത്ത് കെട്ടിയ ഭഗവാന് ഇഷ്ടമുള്ള മാലയാണ് വനമാല. പ്രകാരം രണ്ടാമതായിട്ട് വനമാല വഴിപാടായിട്ട് ഭഗവാന് സമർപ്പിക്കുക. ഗുരുവായൂരപ്പ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു വഴിപാടാണ് വനമാല വഴിപാട്. മൂന്നാമതായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന് പാൽപ്പായസ വഴിപാട് കൊടുക്കുക. അതായത് പാൽപ്പായസം ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഒന്നാണല്ലോ. പ്രകാരം ഈ 3 വഴിപാടുകൾ ചേർന്നതാണ് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് നാം ഭഗവാന് ചെയ്യേണ്ട വഴിപാട്. അതായത് നെയ്വിളക്ക്, വനമാല, പാൽപ്പായസം എന്നിവ 3ഉം കൂടി ഒരു ദിവസം ഭഗവാന് സമർപ്പിക്കുക. നമ്മുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം നാം ഈ വഴിപാട് ഒരു കാലതാമസവും കൂടാതെ ഭഗവാന് സമർപ്പിക്കേണ്ടതാണ്. ഈ 3 വഴിപാടും കൂടി നാം ഒരു വഴിപാടായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വഴിപാട് അത്രത്തോളം നമ്മൾ ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനോട് അർപ്പിച്ച് ചെയ്യുന്ന ഒരു വഴിപാടാണ്. ഭഗവാന് നേർച്ചയായിട്ട് നാം മനസ്സിൽ കണ്ടിട്ട്, മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് ശേഷം നാം ഭഗവാനായിട്ട് സമർപ്പിക്കുകയാണ്. നമുക്ക് അത്രമാത്രം ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ തുളസിമാല അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് സമർപ്പിച്ച് ആദ്യം ഈ നേർച്ച നേരുക, ഈ വഴിപാട് നേരുക. നമുക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും. ഫലം കിട്ടിയതിന് ശേഷം പറഞ്ഞതുപോലെ ചെയ്യുക. ഗുരുവായൂരപ്പ ഭഗവാന്റെ അമ്പലത്തിലോട്ട് പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട. കാലതാമസം ഉണ്ടാക്കാതെ കാര്യസാധ്യത്തിന് ശേഷം ഈ വഴിപാട് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും മതിയാകും. ഭഗവാൻ എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ വഴിപാടുകളും ചെയ്യാവുന്നതാണ്. അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണന് ഈ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. എന്തു തന്നെ ആയാലും ഭഗവാൻ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ, മിതമായ ആഗ്രഹങ്ങളാണെങ്കിൽ തീർച്ചയായും സാധിച്ചു തരുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടി ഉണ്ടാകും. ഏവർക്കും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.